ഹായ് അമൃത. ഹായ്. അപ്പൊ നമ്മള് ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ അമൃത എവിടെയാണ് ഡിഗ്രി ആൻഡ് പി ജി പഠിച്ചതെന്നൊന്ന് പറയാമോ? ഞാൻ ഡിഗ്രിയും പി ജിയും പഠിച്ചത് കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളേജിലാണ്. ഞാൻ 2021 പി ജി പാസ് ഔട്ട് ആവുന്നത്. ഓക്കെ. എങ്ങനെയായിരുന്നു ഈ ഒരു സാനിറ്ററി കെമിസ്റ്റ് എക്സാമിന് വേണ്ടി അമൃത പ്രിപ്പയർ ചെയ്തത്? ലൈക്ക് ഡെയിലി എത്ര മണിക്കൂർ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുമായിരുന്നു? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി ഒന്ന് പറയാമോ? ഞാൻ സാനിറ്ററി കെമിസ്ട്രിന്റെ കൺഫർമേഷൻ വന്നതിന് ശേഷമാണ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ എനിക്കൊരു 2 മന്ത്സ് മാത്രമാണ് പഠിക്കാൻ കിട്ടിയിട്ടുള്ളത്. ഞാൻ സ്പാർട്ടൻസിലെ സാനിറ്ററി കെമിസ്ട്രി ബാച്ചിൽ ജോയിൻ ചെയ്തിരുന്നു. അവിടെയുള്ള PDF നോട്ട്സ് ആണ് ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. വീഡിയോസ് കാണാൻ എനിക്ക് സമയമില്ലായിരുന്നു. പിന്നെ മാക്സിമം മോക്ക് ടെസ്റ്റുകളും മോഡൽ എക്സാംസും ഒക്കെ അറ്റൻഡ് ചെയ്യായിരുന്നു. അതും റിപ്പീറ്റഡ് ആയിട്ട് ചെയ്ത് നോക്കുമായിരുന്നു. ഓക്കെ. പിന്നെ എൻ്റെ സബ്ജക്ട് കെമിസ്ട്രി ആണ്. അതുകൊണ്ട് മൈക്രോബയോളജിയും ബയോകെമിസ്ട്രിയും ഞാൻ കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കുകൾ വായിക്കുമായിരുന്നു. അതേപോലെ യൂട്യൂബ് വീഡിയോസ് റെഫർ ചെയ്യുമായിരുന്നു. പിന്നെ വേറെ ഓൺലൈൻ റിസോഴ്സസും ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ജൂനിയർ സയന്റിഫിക് അസിസ്റ്റന്റിനും അസിസ്റ്റന്റ് സയന്റിസ്റ്റ് എക്സാമിനും ഞാൻ മുന്നേ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മൈക്രോബയോളജി ബയോകെമിസ്ട്രിയും ചെറിയൊരു ഐഡിയ എനിക്കുണ്ടായിരുന്നു. ഓക്കെ. പിന്നെ ഞാൻ കെമിസ്ട്രി ടിപ്സിലെ സാനിറ്ററി കെമിസ്ട്രി ബാച്ചിലും കൂടെ ജോയിൻ ചെയ്ത് പഠിച്ചിട്ടുണ്ട്. അപ്പം കറന്റ് ഇപ്പം സാനിറ്ററി കെമിസ്ട്രി എക്സാമിന് അമൃതയ്ക്ക് സെക്കൻഡ് റാങ്ക് കിട്ടി. അപ്പം ഈ ഒരു ജോബില് കണ്ടിന്യൂ ചെയ്യാണ് ഓർ എൽസ് ഏതെങ്കിലും, നമുക്ക് ഈ വർഷം അറിയാലോ ഒരുപാട് കെമിസ്ട്രി ബേസ്ഡ് ഡിഗ്രി ആൻഡ് പി ജി ലെവൽ എക്സാംസ് വരാനിരിക്കുന്നുണ്ട്. അപ്പം ഏതെങ്കിലും പി ജി ലെവൽ എക്സാമിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഡിഗ്രി ലെവൽ എക്സാംസിന് വേണ്ടിയിട്ടോ പ്രിപ്പയർ ചെയ്യുന്നുണ്ടോ? നിലവിൽ ഞാൻ വേറെ വർക്കൊന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് സാനിറ്ററി കെമിസ്ട്രി ജോയിൻ ചെയ്യാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഉം. ഇനി ഈ വർഷം നടക്കാനിരിക്കുന്ന എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി ഫിംഗർ പ്രിന്റ് സെർച്ചർ പ്രിപ്പയർ ചെയ്യാനാണ് ഉദ്ദേശിച്ചുള്ളത്. ഓക്കെ. അപ്പം ഫിംഗർ പ്രിന്റ് സെർച്ചറിന് നമ്മുടെ സ്പാർട്ടൻസിൽ ജോയിൻ ചെയ്തിട്ടുണ്ടോ? അതെ, ഈ വർഷം നടക്കാൻ പോകുന്ന എക്സാംസിന്റെ എല്ലാ ബാച്ചിലും ഞാൻ സ്പാർട്ടൻസിൽ ഓൾറെഡി ജോയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഓക്കെ. അപ്പം നമുക്കറിയാം പി എസ് സി എക്സാമിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം കുട്ടികൾ പറയുന്നത് നെഗറ്റീവ് മാർക്കിംഗ് വരുന്നു എന്നുള്ളതാണ്. നെഗറ്റീവ് മാർക്കിംഗ് അവർക്ക് അതെ. കൂടുതലായിട്ട് വരുന്നു, അങ്ങനെയാണ് അവർക്ക് മാർക്ക് കുറയുന്നത് എന്നൊക്കെയാണ് കുട്ടികൾ പറയുന്നത്. അപ്പം അമൃതയുടെ കേസിൽ നെഗറ്റീവ് മാർക്കിംഗ് ഒരു പ്രശ്നമായിരുന്നു. അത് എങ്ങനെയാണ് അമൃത അത് ആ ഒരു ടാക്കിൾ ചെയ്തത്, ആ ഒരു പ്രോബ്ലം? എനിക്ക് എക്സാമിന് റാങ്ക് പുറകോട്ട് പോകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം നെഗറ്റീവ് മാർക്കായിരുന്നു. അതിന്റെ റീസൺ ഞാൻ കൃത്യമായി റീസൺ ചെയ്യാത്തതും മോക്ക് എക്സാംസും മോഡൽ എക്സാംസും MCQസും ഒന്നും പ്രാക്ടീസ് ചെയ്യാത്തതുമായിരുന്നു. അതുകൊണ്ട് സാനിറ്ററി കെമിസ്ട്രി എക്സാമിന് ഞാൻ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. കൃത്യമായിട്ട് റിവൈസ് ചെയ്യാനും മാക്സിമം MCQസ് പ്രാക്ടീസ് ചെയ്യാനും ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ മാക്സിമം അറിയാവുന്ന ക്വസ്റ്റ്യൻസ് മാത്രമേ ഞാൻ എക്സാം ഹോളിൽ അറ്റൻഡ് ചെയ്യാൻ നോക്കിയിട്ടുള്ളൂ. ഓക്കെ. 50% അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്തിട്ടില്ല. ഒരു 80% എങ്കിലും ഷുവർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തിട്ടുള്ളത്. പിന്നെ വേറൊരു പോയിന്റ് എന്ന് പറയുന്നത് ആൻസർ ചെയ്യുമ്പോൾ കീവേഡ് ശ്രദ്ധിക്കാതെ ആൻസർ ചെയ്യാന്നുള്ളത് ഞാൻ എപ്പോഴും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ആയിരുന്നു. അപ്പം ഞാൻ കീവേഡ് ഏതാണ് നോക്കിയിട്ടാണ്, അതായത് കൃത്യമായി ക്വസ്റ്റ്യൻ വായിച്ച് നോക്കിയിട്ടാണ് ആൻസർ ചെയ്തിട്ടുള്ളത്. ഓക്കെ. ഓക്കെ. അപ്പം ഓൾ ദി വെരി ബെസ്റ്റ്. ഇനി വരാനിരിക്കുന്ന ഫിംഗർ പ്രിന്റ് സെർച്ചറിനും ഒക്കെ നന്നായിട്ട് പഠിച്ച്, ഓൾറെഡി പഠിക്കുന്ന ആളാണ് നമുക്കറിയാം. അപ്പം അതിനും ഇതുപോലെ പഠിച്ച് ഫസ്റ്റ് റാങ്ക് ഒക്കെ ലഭിക്കട്ടെ, ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. താങ്ക്സ്.